അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിലെ വകുപ്പ് വിഭജന ചർച്ചകൾ കാര്യമായി പുരോഗമിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായേക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. കെ മുരളീധരന് ആരോഗ്യം, സതീശൻ ഒരുപക്ഷെ ധനകാര്യ വകുപ്പിനൊപ്പം വിജിലൻസും കൈവശം വെച്ചേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. രമേശ് ചെന്നിത്തല സമ്മതിച്ചാൽ ഇതടക്കം നിരവധി വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടിൽ വകുപ്പ് വിഭജന ചർച്ചകൾ സജീവം. സതീശൻ ധനവകുപ്പിനൊപ്പം വിജിലൻസും കൈവശം വെച്ചേക്കും. തിരുവഞ്ചൂരിന്റെ സ്പീക്കർ പദവി എന്ന് സൂചന. സണ്ണി ജോസഫിന് റവന്യൂ, കെ മുരളീധരന് ആരോഗ്യം. ലീഗിന്റെ 5ാം മന്ത്രി സ്ഥാനത്തിൽ ചർച്ച. ആവശ്യത്തിൽ ഉറച്ച് പാർട്ടി. 4 മന്ത്രിസ്ഥാനവും പ്രധാന പദവിയും ഉറപ്പിച്ച് കോൺഗ്രസ്. ലീഗ് യോഗം തുടരുന്നു. മന്ത്രിസ്ഥാനത്തേക്കുള്ള പേരുകളിലും ചർച്ച. 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യത്തിൽ ഉറച്ച് ജോസഫ് ഗ്രൂപ്പ്. 1 പ്രധാന പദവിയും നൽകാമെന്ന് കോൺഗ്രസ്. ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പന് നീരസം. സഹകരണം വേണമെന്ന് CP ജോൺ. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതി. സെൻട്രൽ സ്റ്റേഡിയം ഇളക്കിമറിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും എത്തും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും രാഹുലും പ്രിയങ്കയും പങ്കെടുക്കും. വെളുത്ത കാറിനൊപ്പം കറുത്ത ഇന്നോവയും സതീശ് നൽകാൻ പോലീസ്. ക്രമീകരണം സുരക്ഷയുടെ ഭാഗമായി. മുഖ്യമന്ത്രിക്ക് നൽകുക VN വാസവൻ ഉപയോഗിച്ചിരുന്ന 2024 ഇന്നോവ ക്രിസ്റ്റ. 11ാം നമ്പർ കാർ വേണമെന്ന് മുരളീധരൻ. 7ാം നമ്പർ വേണമെന്ന് AP അനിൽകുമാർ. ജില്ലായോഗങ്ങളിലെ വിമർശനങ്ങളിൽ അമ്പരന്ന് CPM. ഉയരുന്നത് പിണറായിക്കും ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനം. പിണറായി വിജയനെ പിന്തുണച്ചത് MA ബേബിക്കും കുറ്റപ്പെടുത്തൽ. തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതെന്ന് വീണ ജോർജ്. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് പത്തനംതിട്ടയിൽ നേതാക്കൾ. IS ആഗോള ശൃംഖലയിലെ 2ാമനെയും വധിച്ച് US. ഭീകരൻ അബൂ ബിലാൽ അൽ മിനുക്കിയെ വധിച്ചതായി ട്രംപ്. ഓപ്പറേഷൻ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ അമേരിക്കൻ പ്രത്യേക സേനയും നൈജീരിയൻ സൈന്യവും സംയുക്തമായി. ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവിയായ ഇസ്ലാ അൽ ദിൻ അൽ ഹദ്ദാദിനെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന. കൊല്ലപ്പെട്ടത് ഒക്ടോബർ 7-ന് ഇസ്രായേൽ നേരെ നടന്ന ആക്രമണത്തിൽ പങ്കുള്ള നേതാവ്. ഇസ്ലാ അൽ ദിൻ മേധാവിയായത് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ. ഇറാന് നേരെ വീണ്ടും ഓപ്പറേഷൻ ഫ്യൂറിക്ക് US. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. വ്യോമാക്രമണം പുനരാരംഭിക്കാൻ ആസൂത്രണമെന്ന് ന്യൂയോർക്ക് ടൈംസ്. ജനസംഖ്യ കൂട്ടാൻ ആന്ധ്രാപ്രദേശ്. 3ാമതും 4ാമതും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക പ്രോത്സാഹനം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. കുട്ടികൾ 3 ആയാൽ 30,000, 4 ആയാൽ 40,000. പ്രഖ്യാപനവുമായി ചന്ദ്രബാബു നായിഡു. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ പണം കുടുംബങ്ങൾക്ക് കൈമാറും. അപ്പോൾ നമുക്ക് വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരാകും ഉണ്ടാവുക എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകും. കേരള കോൺഗ്രസിനും RSPക്കും CMPക്കും ഓരോ മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും 2.5 വർഷം വീതം പങ്കിടും എന്നാണ്. അതായത് ടേം വ്യവസ്ഥയിലാണ്. അതിലിപ്പോൾ മാണി സി കാപ്പൻ നീരസം പ്രഖ്യാപിക്കുകയും താൻ 5 വർഷവും മന്ത്രിയായിരിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനം മാണി സി കാപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയവർ നമ്മൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ രമേശ് ചെന്നിത്തല പ്രധാനിയാണ്. അതിൽ കെ മുരളീധരൻ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യും. ആരോഗ്യമായിരിക്കും കെ മുരളീധരൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ ആഭ്യന്തരം വകുപ്പിൻ്റെ പ്രധാന പങ്കാളിത്തം ഉണ്ടാകും. കെ മുരളീധരൻ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. സണ്ണി ജോസഫിന് റവന്യൂ ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റവന്യൂ വകുപ്പ് നേരത്തെ നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം കൈവശം വെച്ചിരുന്ന വകുപ്പാണ്. അത് സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണ്. അതിൽ പ്രാധാന്യമുള്ള ആളാണ്. AP അനിൽകുമാർ ഇന്ന് ഒരു പക്ഷേ ടൂറിസം അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് നൽകും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ വിദ്യാഭ്യാസം 2 വകുപ്പായാണ്. അതിൽ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് കൈവശം വെച്ചാൽ അത് PC വിശ്വനാഥിന് നൽകും എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ബിന്ദു കൃഷ്ണയും ലിജുവും. ലിജുവിന് എക്സൈസ് ആണ്.
പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ലിജു മറ്റ് വകുപ്പുകൾക്കാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്, എക്സൈസിൽ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഒപ്പം എം ലിജുവും ടി സിദ്ദിഖും ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ തിരുവഞ്ചൂർ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറായി എൻ ശക്തൻ്റെയും ഒപ്പം ഷാനിമോൾ ഉസ്മാൻ്റെയും പേര് വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. വി ടി ബൽറാമും പരിഗണനയിലുണ്ട് എന്നുള്ള വിവരമുണ്ട്. രണ്ടാം വനിതാ മന്ത്രിയായി ഒരുപക്ഷെ ഷാനിമോൾ ഉസ്മാനോ കെ എ തുളസിയോ വന്നേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇപ്പോൾ നമ്മൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അതിൻ്റെ വലിയ ഘട്ടത്തിലാണ്. നമുക്കതിൻ്റെ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തിരുവഞ്ചൂർ സ്പീക്കറാകുമെന്നത് ഉറപ്പിച്ചോ? മറ്റ് ഘടകകക്ഷികൾക്ക് നൽകുന്ന വകുപ്പിൽ എന്തെങ്കിലും തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? കാര്യങ്ങൾ ഈ സ്മൂത്തായി പോകുന്നുണ്ടോ? അത്ര സ്മൂത്ത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ നൽകും, അത് ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനം, കേരള കോൺഗ്രസിനും RSPക്കും CMPക്കും ഓരോ മന്ത്രിസ്ഥാനം നൽകുന്നുണ്ട്. പക്ഷേ തർക്കമുള്ളത് അനൂപ് ജേക്കബിന്റെയും മാണി സി കാപ്പന്റെയും കാര്യത്തിലാണ്. അതിൽ മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം വീതം മന്ത്രി സ്ഥാനം പങ്കിടണം, ആ ടൈം പങ്കിടണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ മാണി സി കാപ്പന് കടുത്ത അതൃപ്തിയുണ്ട്. അനൂപ് ജേക്കബും നേരത്തെ ഫുൾ ടൈം മന്ത്രിയായിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് ഈ 2.5 വർഷത്തിലേക്ക് ഒതുങ്ങുമ്പോൾ അനൂപ് ജേക്കബിനും അതിലൊരു വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കടുത്ത നിലപാടൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മാണി സി കാപ്പൻ തുറന്നു തന്നെ എതിർക്കുകയാണ്. തനിക്ക് അതിന് കഴിയില്ല, 5 വർഷവും വേണമെന്ന നിലപാട് മാണി സി കാപ്പൻ സ്വീകരിക്കുന്നത് UDFനെ കുഴപ്പിക്കുന്നുണ്ട്. കേരള കോൺഗ്രസും 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ്. 7 MLA-മാരുള്ള തങ്ങൾക്ക് 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇന്ന് വീണ്ടും ചർച്ചകൾ നടക്കും. കേരള കോൺഗ്രസുമായും ലീഗുമായും മാണി സി കാപ്പനുമായും ഒക്കെ വീണ്ടും ചർച്ചകൾ നടക്കും. അതിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. കേരള കോൺഗ്രസിനെ ഒരു മന്ത്രിസ്ഥാനത്തിൽ കൂടി നൽകില്ല എന്ന് ഉറപ്പാണ്. പകരം ചീഫ് വിപ്പ് പദവി അവർക്ക് നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യവും ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് ചർച്ചകൾ നീങ്ങുകയാണ്. രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ മന്ത്രിയായി VD സതീശൻ മന്ത്രിസഭയിൽ എത്തുമെന്ന് ഇന്നലെ തന്നെ ഉറപ്പായിരുന്നു. കെ മുരളീധരന് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകും. ഒരുപക്ഷെ ആരോഗ്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കെ മുരളീധരൻ, ആരോഗ്യം ദേവസ്വം ഉൾപ്പെടെ വകുപ്പുകൾ കെ മുരളീധരൻ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണ്, റവന്യൂ വകുപ്പിലേക്കാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. AP അനിൽകുമാർ നേരത്തെ ടൂറിസം മന്ത്രിയായ ആളാണ്. അതുകൊണ്ട് തന്നെ അതിലും മികച്ച വകുപ്പുകൾ വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. സുപ്രധാന വകുപ്പുകൾ വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അനിൽകുമാറിന്റെ വകുപ്പുകളുടെ കാര്യം ഇനിയും ധാരണയാകേണ്ടിയിരിക്കുന്നു. PC വിഷ്ണുനാഥ്, കോൺഗ്രസ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത ഒരുപക്ഷെ വിഷ്ണുനാഥിനെ അതിലേക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PC വിഷ്ണുനാഥിനെ നൽകും. ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. M ലിജു, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ എക്സൈസ് അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ലിജുവിന് വേണ്ടി പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല. ടി സിദ്ദിഖ് മന്ത്രിസഭാ പ്രാതിനിധ്യം പ്രവേശനം ഉറപ്പാക്കിയിരിക്കുന്നു. KC വേണുഗോപാൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ടി സിദ്ദിഖ്. മലബാറിൽ നിന്നുള്ള മന്ത്രിയാണ്. മാത്രമല്ല വയനാടിനൊരു മന്ത്രി വേണം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, അവിടെ ഒരു മന്ത്രി വേണമെന്ന കൃത്യമായ ആവശ്യം KC വേണുഗോപാൽ പക്ഷത്തിൽ നിന്നുണ്ട്. അങ്ങനെയാണ് ടി സിദ്ദിഖ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഏറെക്കുറെ പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം സ്പോർട്സ്, യുവജനകാര്യം അടക്കമുള്ള വകുപ്പുകളാണ് ചാണ്ടി ഉമ്മൻ ലഭിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനം ആഗ്രഹിച്ച ആളാണ്. പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ വരണമെന്ന നിലപാടുള്ള ആളാണ്. അദ്ദേഹമാകട്ടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ. ദീർഘനാളായി MLA ആയിട്ടുള്ള ആൾ. അതിനുമപ്പുറത്തേക്ക് മന്ത്രിസ്ഥാനം വഹിച്ചയാൾ. തിരുവഞ്ചൂരിന്റെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരണം. അത് മന്ത്രിസ്ഥാനമാണ് അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ളവരും ആവശ്യപ്പെടുന്നത്. പക്ഷേ മറ്റ് സമവാക്യങ്ങളിൽ പരിഗണിക്കുമ്പോൾ തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നേതൃത്വം ആലോചിക്കുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് മുതിർന്ന ഒരു നേതാവ് വേണം. ഇടതുപക്ഷത്തെ സഭയിൽ നേരിടാൻ അംഗബലം കൊണ്ട് മാത്രം കാര്യമില്ല. പിണറായി വിജയൻ ഉൾപ്പെടെ നേതാക്കൾ സഭയിലുള്ളപ്പോൾ സ്വാഭാവികമായും വളരെ മോശം പാർലമെന്ററി കണക്കുകളിൽ വളരെ മോശമാണെങ്കിൽ പോലും ഇടതുപക്ഷം അതിശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കും. സർക്കാരിന്റെ ഓരോ വീഴ്ചയും ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ LDF ശ്രമിക്കുമ്പോൾ അവിടെ തിരുവനന്തപുരത്തെ പോലെ സമവായത്തിന്റെ പാത കൂടി വശമുള്ള ഒരു നേതാവ് വേണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിൽ പൊതുവെ. അങ്ങനെയെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. VT ബൽറാമിന്റെ പേരും മന്ത്രിസ്ഥാനത്തേക്കും ഒരുപക്ഷെ സ്പീക്കർ പദവിയിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന പേരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഒഴിവാക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. മറ്റൊന്ന് N ശക്തന്റെ കാര്യമാണ്. N ശക്തൻ നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. G കാർത്തികന് ശേഷം സ്പീക്കർ പദവിയിലും ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക്
സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകളിൽ ശക്തന്റെ പേരില്ല. അത് കടുത്ത അതൃപ്തി ശക്തനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അവരുടെ വോട്ട് കൂടി പല മണ്ഡലങ്ങൾ കാട്ടാക്കട അടക്കം മണ്ഡലങ്ങളിൽ UDFന്റെ വിജയത്തിന് വഴി തുറന്നത് ആ സമുദായവുമായുള്ള നല്ല ബന്ധമാണ്. ശക്തനെ അവഗണിക്കുന്നതിൽ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് ശക്തനെ ഏത് തരത്തിലെങ്കിലും ഉൾപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അരുണ്, ഈ ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണം. നമ്മൾ സഹകരണം ആവശ്യപ്പെട്ടുണ്ട് CP ജോണെന്ന് അറിയുന്നു. കൃഷി വേണമെന്ന് ജോസഫ് ആവശ്യപ്പെടുന്നു. 2 മന്ത്രിസ്ഥാനം ഒപ്പം ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പന് നീരസമുണ്ട്. താൻ 5 വർഷം മന്ത്രിയായിരിക്കുമെന്നൊക്കെ മാണി സി കാപ്പൻ പരസ്യമായി പ്രഖ്യാപിച്ചു എന്ന് കേൾക്കുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് വേണം ഇന്ന് 2 മണിക്ക് ഗവർണറുടെ മുന്നിലേക്ക് എത്താൻ. 2 മണിക്ക് ലിസ്റ്റ് കൈമാറണം. സ്വാഭാവികമായും അതിനുള്ള തകൃതിയായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞോ? ആ ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. ദീപാദാസ് മുൻഷി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഹൈക്കമാൻഡ് പ്രതിനിധികളോട് പങ്കെടുത്ത ചർച്ചകളാണ് ഇന്നലെ പുരോഗമിച്ചത്. ദീപാദാസ് മുൻഷിയാണ് ഇന്നലെ രാത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് 2 മണിക്ക് പട്ടിക ഗവർണർ കൈമാറും. അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് VD സതീശനും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 2 മണി വരെ ആണ് സമയം. 2 മണിക്കാണ് ഗവർണറുടെ സമയം തേടിയിരിക്കുന്നത്. ഇനി ഉള്ള മണിക്കൂറുകളിൽ ചർച്ച വളരെ വേഗത്തിൽ 5 മണിക്കൂറോളമാണ് ബാക്കിയുള്ളത്. വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇന്ന് രാവിലെ നേരിട്ടുള്ള ചർച്ച ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 10 മണിയോടുകൂടി ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ മണിക്കൂറുകൾക്കുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം. വകുപ്പുകൾ ഇന്ന് ഗവർണറെ അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ധാരണ മുന്നണിയിൽ ഉണ്ടാകണം. ഈ നേരത്തെ UDFന്റെ പരമ്പരാഗതമായ UDF സർക്കാരുകളുടെ കാലത്ത് ഓരോ വകുപ്പ് പാർട്ടി നോക്കിയിരുന്ന വകുപ്പുകൾ മാത്രമല്ല, അത് ചില മാറ്റങ്ങളോട് കൂടിയാകും ഇത്തവണ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുക. അത് പിന്നീട് അതിന് പക്ഷേ സമയം ബാക്കിയുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ പട്ടിക കൈമാറിയാൽ മതി. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ അധികാരവുമാണ് ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്ന കാര്യം. പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി. CPM ഒക്കെ തീരുമാനിക്കും പോലെ ഏകപക്ഷീയമായി തീരുമാനിച്ചു പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല UDF എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ ചർച്ചകൾ നടക്കണം. ആ ചർച്ചകളാണ് ഇന്നലെ രാവിലെയും രാത്രിയുമായും ഇനിയുള്ള മണിക്കൂറുകൾ നടക്കാൻ പോകുന്നത്. ഘടകകക്ഷികൾക്ക് കൂടി തൃപ്തമായ അവർ ആവശ്യപ്പെടുന്ന വകുപ്പുകൾ പരമാവധി കൊടുക്കാനും ഇല്ലെങ്കിൽ എന്തുകൊണ്ടത് കൊടുത്തില്ല എന്ന് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാകും ഈ മണിക്കൂറുകൾ നടക്കുക. ആ ചർച്ചകൾ അധികം വൈകാതെ ആരംഭിക്കും. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാം. അല്പസമയത്തിനകം മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിൽ ചേരുന്നുണ്ട്. അതിനുശേഷം അവർ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചേക്കാം. അവരുടെ നിയമസഭയിൽ നയിക്കുന്ന ആൾ കുഞ്ഞാലിക്കുട്ടി തന്നെയും സ്വാഭാവികമായും ലീഗിന്റെ നേതാവ്. എങ്കിലും അത്തരം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരണം. 5 മന്ത്രിമാരാണ് ലീഗിനുള്ളത്. 4 പേരുടെ പേര് ഏകദേശം വന്നിരിക്കുന്നു. ഇനി ഒരാൾ ആരെന്ന കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ബാക്കിയുണ്ട്. ആ ചർച്ചകൾ കൂടി പൂർത്തിയാക്കും. ഇപ്പോൾ അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നത് മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നന്ദൻകോടുള്ള ലീഗ് ഹൗസിലാകും യോഗം ചേരുക. അനുമോദ്, ഇപ്പോൾ 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ആദ്യം മുതൽ തന്നെ, നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനമായിരുന്നു. 5ാം മന്ത്രിയൊക്കെ വാങ്ങിയത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ പശ്ചാത്തലമാണ്. അതിന് സതീശൻ സമ്മതിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ നിലപാടുകളുണ്ട്. 5ാം മന്ത്രിസ്ഥാനം നൽകിയേക്കാം, അല്ലെങ്കിൽ 4 മന്ത്രിസ്ഥാനമോ മറ്റേതെങ്കിലും പദവിയോ, അങ്ങനെയാണ് ഇപ്പോൾ ഫോർമുല എന്നറിയുന്നു. 5ലേക്ക് തന്നെ എത്തുകയാണോ? ഒപ്പം ലീഗിന് മന്ത്രിമാരെയും നിശ്ചയിക്കേണ്ടതുണ്ട്. അതിലും ആദ്യമൊക്കെ സ്മൂത്തായി പോകുമെന്ന് വെച്ച കാര്യങ്ങളിൽ ചില തർക്കങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, 5 മന്ത്രിസ്ഥാനം എന്നതിൽ നിന്ന് ലീഗ് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 2011 ഏത് തരത്തിലായിരുന്നു 5 മന്ത്രിസ്ഥാനം ലഭിച്ചത്, അത് നിലനിർത്തുക തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല 2011 2 സീറ്റുകൾ അധികമുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച മന്ത്രിസ്ഥാനത്ത് വേണ്ട, ബാക്കിയുള്ളതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കാം എന്ന നേടിയെടുക്കാവുന്ന നിലപാടാണ്. പക്ഷേ മന്ത്രിസ്ഥാനം എന്നത് 5 എന്ന സംഖ്യയിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാടിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കുകയും ചെയ്യും. ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ കീറാമുട്ടിയായിട്ടുള്ളത് മന്ത്രിസ്ഥാനം. മലപ്പുറത്ത് നിന്നുള്ള PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ മലപ്പുറത്ത് നിന്നൊരു മന്ത്രി കൂടി വേണം. അതാര് എന്ന കാര്യത്തിലാണ് PK ബഷീർ, KM ഷാജി, ഈ 2 പേരുകളാണ് സജീവമായിട്ട് ചർച്ച ചെയ്യുന്നത്. നേരത്തെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച നേതാവാണ്. അദ്ദേഹം എന്താണെങ്കിലും മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന വ്യവസായ വകുപ്പ് തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ഉറപ്പാണ്. N ഷംസുദ്ദീൻ, അദ്ദേഹം തിരൂർ സ്വദേശിയാണെങ്കിലും മണ്ണാർക്കാട് നിന്നാണ് ജയിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ചായിരിക്കും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ V അബ്ദുൽ ഗഫൂർ, അദ്ദേഹം ആദ്യമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ എറണാകുളത്തിന് മധ്യകേരളത്തിന് പ്രാതിനിധ്യം നേരിടുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് പരിഗണനയിലുള്ളത്. കോഴിക്കോട് നിന്ന് നേരത്തെ KM ഷാജിയെ
വേങ്ങരയിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ കോഴിക്കോട് ജില്ലക്കാരനായി പരിഗണിക്കാം എന്നുള്ളൊരു അഭിപ്രായം വന്നെങ്കിലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ നേതാക്കൾ അതിനെ എതിർത്തു. പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മലപ്പുറത്ത് നിന്ന് കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് പേരിൽ ഒരാളിലേക്ക് PK ബഷീറോ KM ഷാജിയോ എന്ന പേരിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും ഇതിലാരെങ്കിലും ഒരാൾ മന്ത്രിയാകുമെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അറിയാനാകുന്നത്. ഇപ്പോൾ തന്നെ രണ്ടു പേർക്കും വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. CD സാഹിബിന് ലഭിക്കേണ്ട ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതുപോലെ PK ബഷീറിനും ആ സാഹചര്യം ഉണ്ടാകരുത്, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകിയേ തീരൂ എന്ന നിലപാട് പ്രവർത്തകരൊക്കെ പരസ്യമായിട്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. KM ഷാജി ആകട്ടെ കാസർഗോഡായിരുന്നു അദ്ദേഹം മത്സരിക്കാൻ ആദ്യം തയ്യാറെടുത്തത്. പക്ഷേ പാർട്ടി വേങ്ങരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ വിജയിച്ചാൽ മന്ത്രിസ്ഥാനം എന്നൊരു നിബന്ധന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവും മന്ത്രിസ്ഥാനത്തിന് അർഹനാണെന്ന് നേതൃത്വത്തിനറിയാം. പക്ഷേ ഇതിൽ ഈ മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു എന്നൊരു ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് അത്തരത്തിൽ ഈ രണ്ട് പേരിൽ ഒരാളിലേക്ക് ചുരുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തുക എന്നാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും 10 മണിയോടെ ലീഗിൻ്റെ യോഗം ആരംഭിക്കും. 12 മണിയോടെ തന്നെ ഈ കാര്യത്തിലേക്ക് അന്തിമമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് അറിയാനാകുന്നത്. നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വാക്കായിരുന്നു അന്തിമമായിരുന്നത്. അതൊരു അപ്രതീക്ഷിതമായ പല പേരുകളും വരികയും പ്രതീക്ഷിച്ച പല പേരുകളും ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. സമാനമായൊരവസ്ഥ വീണ്ടും ഉണ്ടാകുമോ, അതോ ഈ രണ്ടു പേർക്കും പുറമെ മറ്റാരെങ്കിലും ആകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്നാണെങ്കിലും ഒരു വിസ്മയം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ലീഗിലെ അതാണ് ലീഗിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ യോഗം അല്പസമയത്തിനകം ഇപ്പോൾ ആരംഭിച്ചു കാണും. യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കടുംപിടുത്തം തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണം. അവിടെയും ആശയക്കുഴപ്പമുണ്ട്. മോൻസ് ജോസഫ് മന്ത്രിയാകുമെന്നാണ് ആദ്യം മുതൽ തന്നെ നിശ്ചയിച്ചിരുന്നത്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. പി ജോസഫിന്റെ മകൻ അബു ജോസഫ് വിജയിച്ചിട്ടുണ്ട്. തോമസ് ഉണ്ണിയാടിന് ക്ലെയിമുണ്ട്. അതിലും ഒരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് വരണം. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, ഏതായാലും 2 മന്ത്രിസ്ഥാനം ഒരു കാരണവശാലും കൊടുക്കില്ല കോൺഗ്രസ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ തൃപ്തിപ്പെട്ടേ മതിയാകൂ ജോസഫ് ഗ്രൂപ്പ്. ഒരു പ്രധാനപ്പെട്ട സ്ഥാനം മറ്റ് ചീഫ് വിപ്പോ മറ്റോ നൽകിയാൽ ആരെയാകും പരിഗണിക്കുക? മോൻസ് തന്നെ മന്ത്രിയാകാനുള്ള സാധ്യതകളല്ലേ കൂടുതൽ? എന്തായാലും ഒരു മന്ത്രിസ്ഥാനമേ ഉള്ളെങ്കിൽ അത് മോൻസ് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ തർക്കങ്ങളില്ലാത്ത വിഷയമാണ് അത്. പക്ഷെ 2 മന്ത്രിസ്ഥാനം എന്ന നിലയിൽ ഉറച്ചു നിൽക്കുന്നു. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിവരമനുസരിച്ച് 2ാം മന്ത്രി എന്നുള്ള ഒരു ആഗ്രഹം കാര്യമായി കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരുന്നില്ല. ഒരു ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതിൽ അവർ തൃപ്തിപ്പെടും എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 1-2 ദിവസമായി മന്ത്രി സഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ സമയത്താണ് ഈ 2ാം മന്ത്രിസ്ഥാനം എന്ന അതിശക്തമായ ആവശ്യത്തിലേക്ക് PJ ജോസഫ് കടുംപിടുത്തത്തിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ അതിന് പിന്നിൽ മറ്റൊരു തന്ത്രം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതായത് ഈ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോൾ പോലും ഒരു മികച്ച വകുപ്പ് കിട്ടാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനമാണെങ്കിലും അവിടെ ഏറ്റവും നല്ലൊരു വകുപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു നീക്കമായിരിക്കും ജോസഫിന്റെ ഇപ്പോഴത്തെ സമ്മർദ്ദത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിനൊക്കെ അവർക്ക് വലിയ കണ്ണുണ്ട്. അത്തരം വകുപ്പുകൾ നേരത്തെ KM മാണി മുൻപ് ഭരിച്ചിരുന്ന വകുപ്പാണ്. അത്തരത്തിൽ വളരെ സുപ്രധാനമായ എന്തെങ്കിലും ഒരു വകുപ്പ് കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. LDF-ലായിരുന്നപ്പോൾ പൊതുമരാമത്ത് വകുപ്പൊക്കെ മോൻസ് ജോസഫ് മന്ത്രിയായിരുന്നതാണ്. അത്തരം വകുപ്പുകളാണ്. പക്ഷേ അത്തരം വകുപ്പുകളൊക്കെ UDF-ലെത്തുമ്പോൾ അത് പലപ്പോഴും വിദ്യാഭ്യാസമാണെങ്കിലും പൊതുമരാമത്താണെങ്കിലും ലീഗിൻ്റെ ഒക്കെ കയ്യിലുള്ളതാണ്. അവിടെയാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന റവന്യൂ വകുപ്പിൽ കണ്ണ് അവർക്കുള്ളത്. ആ റവന്യൂ വകുപ്പിലുള്ള കണ്ണിന്റെ ഭാഗമായാണ് ഈ 2ാം മന്ത്രിസ്ഥാനത്തിലെ കടുംപിടുത്തം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു മന്ത്രിസ്ഥാനം കൊണ്ടും ഒരു ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊണ്ടും തൃപ്തിപ്പെടും. പക്ഷെ അവിടെ ഏറ്റവും മികച്ചൊരു വകുപ്പ് നേടിയെടുക്കാനുള്ള അവരുടെ തന്ത്രം വിജയിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും അതാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വലിയ തോതിലുള്ള വിമർശനം CPM-നുള്ളിൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ, ജില്ലാ നേതൃയോഗങ്ങളിൽ വലിയ വിമർശനമാണ് പിണറായി വിജയനും ഒപ്പം
MP ഗോവിന്ദനെതിരെ ഉയരുന്നത്. ആ വിമർശനം MA ബേബി ജനറൽ സെക്രട്ടറി വരെ നീണ്ടുവെന്നാണ് ഏറ്റവും പുതിയ വിവരം. അതായത് PBയിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാകാൻ പിന്തുണച്ച നേതാക്കന്മാരിൽ ഒരാൾ ബേബി ആയിരുന്നു. അത് വലിയ തോതിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. കനത്ത പരാജയത്തിന് കാരണം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലിയാണെന്ന് എറണാകുളത്തെ അംഗങ്ങൾ പറഞ്ഞു. ജില്ലയിലെ സമ്പൂർണ്ണ തോൽവിക്ക് കാരണം P രാജീവ് എന്ന് വിമർശനം ഉയർന്നു. പിണറായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായനെന്ന് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറയുന്നു. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളാകുമെന്ന് കണ്ണൂരിലെ അംഗങ്ങളും തുറന്നടിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പാർട്ടി ജയിച്ചാലും KK ശൈലജ ജയിക്കരുതെന്ന് ചിലർ നിർബന്ധം കാട്ടിയെന്നും കണ്ണൂരിൽ വിമർശനമുയർന്നു. ഒപ്പം ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും വിലയിരുത്തൽ ഉണ്ടായി. ഇതിനിടയിൽ തന്നെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിച്ചതാണെന്ന് വീണ ജോർജും യോഗത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടക്കുന്ന CPM നേതൃയോഗങ്ങളിലെ വിമർശനം. MS സനീഷ് കുമാർ, ഡാനി പോൾ, ശശിനാരായണൻ, KV ബൈജു എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി പോൾ, ഡാനി, P രാജീവ് വലിയ തലപ്പൊക്കമുള്ള നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു. ഇപ്പോൾ സമ്പൂർണ്ണ തോൽവിക്ക് കാരണക്കാരൻ രാജീവ് എന്നാണോ അംഗങ്ങളുടെ കണ്ടെത്തൽ? രഞ്ജിത്ത്, എറണാകുളം ജില്ലയിലേറ്റ സമ്പൂർണ്ണ പരാജയം, 14 സീറ്റുകൾ നഷ്ടമാകുന്നു. ഈ ഇത്തരം വലിയൊരു പരാജയത്തിലേക്ക് നയിച്ചത് P രാജീവാണ് എന്ന രീതിയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. ജില്ലാ യോഗത്തിലും ആ രീതിയിൽ തന്നെ വിമർശനം മുന്നോട്ട് പോയി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ അത് നിശിതമായ രാജീവിനെ ഏതാണ്ട് രൂക്ഷമായി വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. കാരണം ഓരോ സ്ഥാനാർത്ഥിയും നിശ്ചയിച്ചത് P രാജീവാണ്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നതിനെ പറയാൻ കഴിയില്ല, അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നതാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം. പലരെയും തന്നെ ഉൾക്കൊള്ളേണ്ട ബാധ്യതയായിരുന്നു ഓരോ മണ്ഡലത്തിനും ഉണ്ടായിരുന്നത്. പലരെയും അകാരണമായിട്ട് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നു. പിണറായി ഒരു ഏകാധിപതി എന്ന അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലേക്കെന്ന് പലരും തന്നെ വിമർശിക്കുമ്പോൾ അത് ജില്ലയിലും അനുഭവപ്പെടുന്നു. അത് ജില്ലയിൽ P രാജീവിലൂടെയാണ് അത് അനുഭവപ്പെട്ടതെന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നത് എന്നതടക്കം ജില്ലയിൽ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയരുമ്പോൾ തന്നെയാണ് ജില്ലാ യോഗത്തിൽ അതിന് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഒരു അവലോകനത്തിൽ വിമർശനം ഉയർന്നത്. പൊതുവായും തന്നെ ഈ പാർട്ടി നേതാക്കളുടെ ഒരു ശൈലി അടക്കമുള്ള കാര്യങ്ങൾ അത് രൂക്ഷമായ വിമർശനം പൊതുജനങ്ങളിൽ നിന്ന് വിമർശനം ഉയരാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. പിണറായിയുടെ ഒരു ശൈലി, അത് അദ്ദേഹം പലപ്പോഴും തന്നെ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയെല്ലാം തന്നെ പൊതുമധ്യത്തിൽ വലിയ രീതിയിലുള്ളൊരു അവമതിപ്പാണ് പാർട്ടി സംബന്ധിയായ കാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ടി നേതാക്കൾക്ക് അവരുടെ സ്വന്തക്കാർക്ക് സീറ്റ് മേടിച്ചു നൽകുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം. അത് മറ്റുള്ളവരുടെ ഒരു പൊതുവികാരമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും പാർട്ടിയെക്കുറിച്ച് വലിയ രീതിയിലൊരു ഇകഴ്ച ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനെല്ലാം തന്നെ കാരണമായിട്ടുണ്ട്. വലിയ തോൽവിയിലേക്ക് നീങ്ങിയതിന് ഈ ഒരു ശൈലിയെല്ലാം തന്നെയാണ് കാരണമായത്. പൊതുവിൽ സ്ഥാനാർത്ഥികളടക്കം കണ്ടെത്തുന്നതിൽ എറണാകുളം ജില്ലയിലടക്കം ഉണ്ടായ വീഴ്ച മറ്റിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള എല്ലാം തന്നെ വിമർശനം ഉയരുകയും ചെയ്തു. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലാ അവലോകനത്തിൽ സംഭവിച്ചത് വൈപ്പിൽ നിന്നടക്കം സ്ഥാനാർത്ഥിയെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സിറ്റിംഗ് MLA എന്തിനാണ് മറ്റൊരിടത്തേക്ക് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് മാറ്റിയതെന്നതിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം പോലും നൽകാനായിട്ട് സാധിച്ചു. അതാണ് എറണാകുളത്തെ സാഹചര്യം. ഏതായാലും വലിയ വിമർശനം P രാജീവിനെതിരെ ഉണ്ടാകുന്നു. പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെ ഇപ്പോൾ ചില തിരിച്ചറിവുകൾ നമുക്കറിയാം. നേരത്തെ തന്നെ നിശബ്ദമായി പല പാർട്ടിക്കാരും പറഞ്ഞിരുന്ന കാര്യമാണ്, എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം, CPM-നെ പോലെ ഒരു പാർട്ടി ആഗോള അയ്യപ്പ സംഗമമായി മുന്നോട്ട് വരുന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷേ സർക്കാർ കാർമ്മികത്വം വഹിച്ച് ദേവസ്വം ബോർഡ് കാർമ്മികത്വം വഹിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമായി പോയി. ഒരു കുഞ്ഞു പോലും അങ്ങോട്ടേക്ക് എത്തിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംസ്ഥാന സർക്കാരിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു സംഗതി കൂടിയാണ്. അതിപ്പോൾ ആ പത്തനംതിട്ടയിലെ അംഗങ്ങൾ തുറന്നു പറയുകയാണ് ആഗോള അയ്യപ്പ സംഗമം വലിയ അബദ്ധമായി പോയി അത്രേ. എന്താണ് ശശിനാരായണൻ അവരുടെ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട കാതൽ? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി പോയി എന്നുള്ള കാര്യം ജില്ലാ കമ്മിറ്റി വിമർശനം ഉന്നയിക്കുന്നു. ഇത് പ്രത്യേകിച്ച് CPM ഈ പരിപാടി നടത്തേണ്ടതായിരുന്നില്ല, നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി എന്നുള്ള വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. ഒപ്പം സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, ആ നടപടി പത്മകുമാർ അറിഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പത്മകുമാർ അറിഞ്ഞിട്ടുണ്ടെന്ന് പരിഹാസ രൂപേണയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം
കൃത്യമായി അംഗങ്ങൾ ഓരോന്നായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെല്ലാം അയ്യപ്പ സംഘം സംഘടിപ്പിച്ചതും അതെല്ലാം ഒരു തിരിച്ചടിയായി മാറി അതിന്റെ ഒരു പരാജയമാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ അയ്യപ്പ സംഗമം നടത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. പക്ഷേ അത് CPM അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അത് ബോധ്യമായിരിക്കുന്നു. ജില്ലാ കമ്മിറ്റിയിൽ കൃത്യമായി അംഗങ്ങൾ ചോദിക്കുന്നു, എന്ത് അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്, ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്, പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടിയാണ് ഈ അയ്യപ്പ സംഘം മൂലം ഉണ്ടായത്. ഒപ്പം വീണ ജോർജിന്റെ പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു അല്ലേ ശശിനാരായണൻ? രഞ്ജിത്ത്, തീർച്ചയായും വീണ ജോർജ് ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് പുറത്തു വന്ന വിവരങ്ങൾ. അത് കൃത്യമായി വീണ ജോർജിന്റെ ഭർത്താവ് കുടുംബത്തിൽ തന്നെ കത്ത് ജില്ലാ കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തു. പക്ഷേ അന്നെല്ലാം CPM നിരാകരിച്ചിരുന്നു, അത്തരം സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ വീണ ജോർജിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പൊട്ടിത്തെറിച്ചാണ് വീണ ജോർജ് പറഞ്ഞത് താൻ മത്സരിക്കുന്നില്ല, ഇത് ജില്ലാ നേരത്തെ അറിയിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഇത്തരം ഉള്ള കാര്യങ്ങൾ മത്സരിക്കാനുള്ള സന്നദ്ധ ഇപ്രാവശ്യമില്ല എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചതാണ്. അതുകൂടാതെയാണ് മത്സരിപ്പിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞത്. ഒപ്പം തന്നെ ചില നേതാക്കൾ വീണ ജോർജിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള വിമർശനം കൂടി ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. തീർച്ചയായും വലിയ വിമർശനം വീണ ജോർജിനെതിരെ ഉയർന്നു. വീണ ജോർജ് പൊട്ടിത്തെറിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. കോഴിക്കോട്ടേക്കൊന്ന് പോയാൽ അവിടെ ഉയർന്ന വിമർശനം പിണറായി വിജയനെ മത്സരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെമെന്നാണ്. അനീഷ്, പിണറായി വിജയൻ മത്സരിച്ചതാണ് ഇപ്പോൾ അബദ്ധമായതെന്നാണല്ലേ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ? തീർച്ചയായും കോഴിക്കോട് ജില്ലയാണ് CPM-ന് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ ജില്ലകളിലൊന്ന്. 13 സീറ്റുകളിൽ 11 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതാണ്. ഒപ്പം കഴിഞ്ഞ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ CPM-ന് കഴിഞ്ഞ ഒരു ജില്ല കൂടിയാണ്. പക്ഷേ ഇത്തവണ ഒറ്റ സീറ്റിലേക്ക് മലബാറിൽ തന്നെ മുഹമ്മദ് റിയാസ് എന്ന ഒറ്റ MLA മാത്രം ഉള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ ഉയർന്നിരുന്നത്. ഒരുപക്ഷെ പിണറായി വിജയൻ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ മത്സരഫലം മറ്റൊന്ന് ആയേനെ എന്നാണ് പ്രതിനിധികൾ പറയുന്നത്. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ ഒരു സ്റ്റാർ ഫൈറ്ററായ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. ഈ പേരാവൂർ സീറ്റ് പിടിച്ചെടുക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിൽ ധീരത കാട്ടേണ്ടത് പിണറായി വിജയനായിരുന്നു. അദ്ദേഹം അവിടെ മത്സരിച്ച് സണ്ണി ജോസഫിനെ തോൽപ്പിക്കേണ്ട ഒരു സാഹചര്യം, അങ്ങനെ ഒരു മാതൃക കാട്ടണമായിരുന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ഒപ്പം സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്കെതിരാവുന്ന സാഹചര്യമുണ്ട് എന്നും പറയുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ തിരിച്ചടികളിൽ നിന്നും പാഠം പാർട്ടി ഉൾക്കൊള്ളുന്നില്ല എന്ന വിമർശനവും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമാണ് എന്ന് പറയുന്നു. 2 തവണ മുഖ്യമന്ത്രിയായിരുന്നയാൾ വീണ്ടും മത്സരിച്ച് ജയിക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവായി എന്തിന് എടുക്കുന്നുവെന്നും പറയുന്നു. ഒപ്പം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ നയമാണ് പാർട്ടിക്കുള്ളത്. ആ നയരാഹിത്യം ജനങ്ങൾക്കിടയിൽ ആശങ്ക വരുത്തുന്നു. പ്രത്യേകിച്ചും ഈ നേതാക്കളെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തികഞ്ഞ ആശയക്കുഴപ്പമുണ്ട്. G. സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒക്കെ മത്സരിപ്പിക്കാതിരിക്കുക, KK ശൈലജ ടീച്ചർക്ക് അർഹമായ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കൊടുക്കാതിരിക്കുക, പിന്നീട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സീറ്റ് നൽകുന്നതിൽ യാതൊരു മടിയും കാണിക്കാതിരിക്കുക തുടങ്ങിയ ഓരോ കാലത്തും ഓരോ നയം സ്വീകരിക്കുന്നതും വലിയ തിരിച്ചടിയായി മാറുന്നു. കണ്ണൂരിലേക്ക് പോയാൽ അവിടെ ഇനി ഇങ്ങനെ പോയാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളം ബംഗാളാകുമെന്നാണ് കണ്ണൂരിലെ അംഗങ്ങൾ തുറന്നടിച്ചത്. പാർട്ടി ജയിച്ചാലും KK ശൈലജ ജയിക്കരുതെന്ന് ചിലർ നിർബന്ധം കാട്ടി എന്നുമുള്ള വിമർശനവും കണ്ണൂരിൽ ഉയർന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായ ഒരു ജില്ല കണ്ണൂരാണ്, സംശയമില്ല. പാർട്ടിക്കാർ പോലും എതിരെ വോട്ട് ചെയ്തു. പൂർണ്ണമായും പാർട്ടിക്കാർ വോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ വലിയ വിജയം വിമതർക്കുണ്ടായത്. അത് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ അവിടുത്തെ അംഗങ്ങളും നേതാക്കളുമൊക്കെ? തീർച്ചയായും രഞ്ജിത്തെ, വലിയ തോതിലുള്ള വിമർശനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായത്. അതായത് പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ചേരുന്നത്. ഇന്നും ജില്ലാ കമ്മിറ്റി തുടരുന്നുണ്ട്. പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമാണ് ഈ ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ ശൈലി മാറ്റണമായിരുന്നു. ഈ ശൈലി വലിയ തിരിച്ചടിയായി, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് പല
തരത്തിലുള്ള ഈ ഒരു പ്രതികരണം, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, അത് വലിയ തിരിച്ചടിയായി. ഈ ഭരണവിരുദ്ധ വികാരമല്ല ഉണ്ടായത്, മറിച്ച് പാർട്ടി സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായ ശൈലിയാണ് ഈ ഒരു വലിയ തിരിച്ചടിക്ക് കാരണമായതെന്ന് ഈ ഒരു അംഗങ്ങൾ വലിയ തോതിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കെ ശൈലജയെ തോൽപ്പിക്കണമെന്ന് ചിലർ ബോധപൂർവം ശ്രമം നടത്തി. അതോടൊപ്പം MP ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ PK ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കിയത് കീഴ്ഘടകങ്ങളിൽ പോലും വലിയ അതൃപ്തി ഉണ്ടായിട്ടും അത്തരം സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയതും വലിയ തിരിച്ചടിയായി. അതോടൊപ്പം ഈ ഫണ്ട് തിരിമറിയും ഈ ആരോപണമൊക്കെ പാർട്ടി വലിയ ഗൗരവത്തിലെടുത്തില്ല. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി PK രാഗേഷിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണ് ഈ രാഗേഷ് എന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും പയ്യന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും ഉണ്ടായ തോൽവി അത് ചെറുതായിട്ടൊന്നുമല്ല CPM-നെ ബാധിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിൽ ഇത് ചർച്ചാ വിഷയത്തിനിടയാക്കി. പ്രത്യേകിച്ച് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയ സാഹചര്യമുണ്ടായി. അത്തരം വിഷയങ്ങളിലെല്ലാം ഇനി ബംഗാൾ ആകുന്ന കാലം വിദൂരമല്ല. അത് മാത്രമല്ല, ഇത്തരം പ്രവർത്തികൾക്കുള്ള തിരിച്ചടിയാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ജനങ്ങൾ നൽകിയതെന്ന തരത്തിലുള്ള വിമർശനമുണ്ടായി. ഏതായാലും ഇന്നും ജില്ലാ കമ്മിറ്റി നടക്കുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള വലിയ രൂക്ഷ വിമർശനം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അങ്ങനെ സംസ്ഥാനമൊട്ടാകെ ജില്ലാ നേതൃയോഗങ്ങൾ പുരോഗമിക്കുമ്പോൾ അതിശക്തമായ വിമർശനം ഉയരുന്നത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ജനറൽ സെക്രട്ടറിക്കും മറ്റുമെതിരെയാണ്. ഇനിയും അത് തുടരുമെന്ന് തന്നെ വേണം കരുതാൻ. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ശബരിമലയിൽ പൂജകളുടെ പേരിലും വൻ വെട്ടിപ്പ്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സൗജന്യമായി ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച ശേഷം ഉദ്യോഗസ്ഥർ പണം എഴുതിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, വലിയ വെട്ടിപ്പും കൊള്ളയും നടന്നു എന്നുള്ളതാണ്. എന്താണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്? രഞ്ജിത്തെ, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം മറ്റൊരു വെട്ടിപ്പ് ശബരിമല നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തെ കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രധാനമായും പൂജാദ്രവ്യങ്ങളുടെ കാര്യത്തിലാണ്. അതായത് സൗജന്യമായി അയ്യപ്പന് ഭക്തർ പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ പൂജാദ്രവ്യങ്ങൾ കണക്കിൽ രേഖപ്പെടുത്താതെ അത് മറിച്ച് മറ്റ് പൂജകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് ദേവസ്വം ബോർഡിന്റെ രസീതിൽ എഴുതി പണം പറ്റുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സൗജന്യമായി നൽകുന്ന സാധനങ്ങൾ സാധാരണഗതിയിൽ അത് അയ്യപ്പന് നൽകുന്നത്, ഭക്തർ നൽകുന്നത് റെക്കോർഡുകൾ, അതായത് രേഖകളിൽ സൂചിപ്പിക്കേണ്ടതാണ്. അത്തരത്തിൽ സൂചിപ്പിക്കാതെ ഇത് മറ്റു തരത്തിലേക്ക് പണം എഴുതിയെടുത്ത്, അതായത് പണം മുടക്കി വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ എഴുതിയാണ് ഈ പണം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ പണം എടുത്തിട്ടുള്ളതെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും വിജിലൻസിന്റെ കൃത്യമായ ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ശബരിമല നടക്കുന്ന പടിപ്പൂജ, അതുപോലെ തന്നെ കളഭാഭിഷേകം, നെയ്യഭിഷേകം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഭക്തർ വർഷങ്ങളായി, ഒരു വർഷത്തേക്ക് ചില ഭക്തർ വിദേശത്തും അല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തർ ഒരു വർഷത്തേക്ക് സാധനങ്ങൾ വാങ്ങി സൗജന്യമായി നൽകാറുണ്ട്. ഈ സാധനങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വകമാറ്റി, അതായത് ദേവസ്വം ബോർഡ് നേരിട്ട് വാങ്ങി എന്ന് വരുത്തി തീർത്തുകൊണ്ട് കള്ള രസീത് എഴുതിക്കൊണ്ട് പണം തട്ടിയെടുത്തത്. അത് 10 വർഷമായി തുടർച്ചയായി നടത്തുന്നു എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. രേഖാമൂലം നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ വെട്ടിപ്പ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് ഇത് കൃത്യമായി നടത്തിയിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് വലിയൊരു സംഖ്യ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് ഇതിൽ നടത്തിയിട്ടുള്ളതാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ ഒരു അന്വേഷണം, ഓഡിറ്റ് നടത്തണമെന്ന് കൂടി സഹായം കൂടി ഇപ്പോൾ തേടിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വെട്ടിപ്പ് ഈ പൂജ കണക്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ശരി ശശിനാരായണൻ, വലിയ വെട്ടിപ്പാണ് ശബരിമലയിൽ. തീവെട്ടിക്കൊള്ളയാണ്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി ശബരിമല നന്നാക്കാൻ ശ്രമിച്ച സർക്കാരിൻ്റെ കാലത്താണ് ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു അറിവ് ഉണ്ടായിരുന്നില്ല എന്നതും ഗൗരവതരമാണ്. എന്താണ് നമ്മുടെ വിജിലൻസും മറ്റ് സംവിധാനങ്ങളും എന്നൊക്കെയുള്ളത് നമ്മൾ അമ്പരപ്പോടെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ചോദിക്കുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പുതുക്കിയ പ്രവചന പ്രകാരം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ അടുത്ത 2 ദിവസം കൂടി പരക്കെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യത. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. ഇടവേള. The most trusted solar energy brand. Co-presented by Berger. Berger Paints, paint your imagination. Co-powered by UGS Gold Loan. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS Gold Loan.
Special partners IIC Lakshya. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. And IBIS. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. In association with അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് തങ്ങളുടെ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കപ്പലുകൾക്ക് ചുങ്കം ചുമത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം ഇറാൻ ആരംഭിച്ചിരുന്നു. അവരുടെ പാർലമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഒരു പുതിയ ലോകക്രമം തന്നെ തങ്ങൾ നിലവിൽ വരുത്തുമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയത്. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ വളരെ മോശം സമയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്കിടയിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസിലെ നിയന്ത്രണം അവരുടെ കൈവശമുണ്ട്. ഇപ്പോഴും അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമാണ് കടത്തിവിടുന്നത്. അമേരിക്കയും അവിടെ ചില ക്രമീകരണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ പ്ലാൻ ഇറാൻ്റേത്, പ്രത്യേകിച്ചും സമാധാന ചർച്ചകൾ എങ്ങും എത്താത്ത പശ്ചാത്തലത്തിൽ? രഞ്ജിത്ത്, ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഇപ്പോഴും പിടിവലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അവകാശപ്പെടുന്നത് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും US-ന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോഴും അതുവഴി കപ്പലുകൾ സുഗമമായി കടന്നുപോകുന്നു. ഇറാന്റെ കപ്പലുകൾ മാത്രമാണ് തങ്ങൾ അവിടെ തടയുന്നത് എന്നാണ് US പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുള്ള US-ന്റെ പദ്ധതികൾ പൂർണ്ണമായി പരാജയപ്പെട്ടു, അത് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇറാൻ അവിടെ ടോൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുമാണ് അവരുടെ ഭരണാധികാരികൾ നിലവിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ പുതിയൊരു കപ്പൽ ഗതാഗത പാത തന്നെ പുറത്തുവിടാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ഇറാൻ, നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിൽ പല കപ്പലുകൾക്കും ടോൾ ഈടാക്കുന്നുണ്ട്. ഈ ടോൾ ഈടാക്കുന്നില്ല, ഈ US-ന്റെ നിർദ്ദേശത്തെ തുടർന്ന് പല കപ്പലുകളും ഇറാൻ ടോൾ കൊടുക്കാതെയാണ് ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതെന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയതാണ്. പക്ഷെ നമുക്കറിയാം ഹോർമുസ് കടലിടുക്കിലെ ടോള് ഇപ്പോൾ നിലവിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ഇറാന് പല കപ്പലുകളിൽ നിന്നും ടോൾ ഈടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പുതിയൊരു കപ്പൽ പാത നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യുന്ന എല്ലാ കപ്പലുകളും ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. അതായത് ഇപ്പോൾ കൂടുതൽ ഇറാൻ മേഖലയോടടുത്ത് ഇറാന്റെ തെക്കൻ മേഖലകളിലായിട്ട് ഈ ഖാർഗ് ദ്വീപിന് സമാനമായിട്ടുള്ള ചില ദ്വീപ സമൂഹങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ദ്വീപിൽ വെച്ചായിരിക്കും ഇറാൻ ഈ ടോൾ പിരിക്കുന്നത് നടപ്പിലാക്കുക. അപ്പോൾ ഈ ദ്വീപ് വഴി കടന്നു പോകുന്ന രീതിയിലായിരിക്കും ഈ കപ്പലുകൾക്ക് പുതിയ ഗതാഗത പാത അറേഞ്ച് ചെയ്യുന്നതെന്നാണ് നമുക്ക് നിലവിൽ വിവരം ലഭിക്കുന്നത്. ഇറാൻ തങ്ങൾ ഈ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ഇപ്പോൾ മുഴുവൻ രാജ്യങ്ങളും ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത്. എന്നാൽ ഇറാൻ കരാറിന് തയ്യാറാകാതെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വളരെ മോശം സമയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. തീർച്ചയായും അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. ഇറാന് നേരെ ഓപ്പറേഷൻ ഫ്യൂറി 2.0 നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയതിന് പിന്നാലെ ഉണ്ടായ നയതന്ത്ര സ്തംഭനാവസ്ഥയെ മറികടക്കാൻ വ്യോമാക്രമണം പുനരാരംഭിക്കാൻ ട്രംപും ഉന്നത വൃത്തങ്ങളും ആസൂത്രണം നടത്തുന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ഒത്തുതീർപ്പിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളാണ് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിലും ട്രംപ് അയയാതെ ആക്രമണം തുടരും എന്നുള്ള മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അജയ്, അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. കാരണം അമ്പയെ പരാജയപ്പെട്ട ഒരു പ്രസിഡന്റാണ്, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇറാനെ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള നീക്കങ്ങൾ ഇനിയിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ശ്രമമായി ഒരുപക്ഷെ ട്രംപ് നടത്തിയേക്കാം. തീർച്ചയായിട്ടും ട്രംപിന്റെ ഒരു അവസാനത്തെ തുറുപ്പുചീട്ട് തന്നെയാണ് ഇത്തരമൊരു ഭീഷണികളെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം ചൈനയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇറാന് നേരെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണം പുനരാരംഭിക്കാം എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അതിനുള്ള സാധ്യതകളാണ് പലരും എടുത്തു സൂചിപ്പിക്കുന്നത്. വൈറ്റ് ഹൗസ് ട്രംപുമായി അടുത്ത ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നിലവിൽ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ
നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതോടെ ഒരു സമവായത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകളും നിലവിൽ മുടങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ട ചർച്ചകൾ നിലവിലൊന്നും തന്നെ നടക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇറാൻ ഒട്ടും തന്നെ അയയുന്നില്ല. അവർ തങ്ങളുടെ പഴയ ഉപാധികൾ അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഒരു ആക്രമണം അത് വീണ്ടും പുനരാരംഭിച്ച് ഇറാനിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി കൂടുതൽ നേതാക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അവർ US-ന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് ട്രംപ് എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഒരു രണ്ടാം പതിപ്പ് ഫ്യൂരി 2.0 നടപ്പിലാക്കാൻ അമേരിക്ക തുനിയുന്നത്. എന്നാൽ ഇതിപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ച ഒരു വാർത്തയല്ല. ട്രംപിന്റെ ചില അടുത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വിവരം മാത്രമാണ്. പക്ഷേ ചർച്ചകളൊന്നും നടക്കാതെ ഇരു രാഷ്ട്രങ്ങളിലെ നേതാക്കൾ മുഖം തിരിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതിലേക്ക് തന്നെയാണ് ഒരു സാധ്യത വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും അത്തരമൊരു സാധ്യതകൾ വേണമെങ്കിൽ തള്ളിക്കളയാവുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് IS ആഗോള ശൃംഖലയിലെ രണ്ടാമനും ഏറ്റവും അപകടകാരിയുമായ ഭീകരൻ അബു ബിലാൽ അൽ മിനുക്കിയെ വധിച്ചതായുള്ള ട്രംപിൻ്റെ പ്രസ്താവനയാണ്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെ തുടർന്ന് നൈജീരിയയിൽ വെച്ച് തന്നെ അമേരിക്കൻ പ്രത്യേക സേനയും നൈജീരിയൻ സൈന്യവും സംയുക്തമായി നടത്തിയ അതീവ രഹസ്യവും സങ്കീർണവുമായ ഒരു സൈനിക നീക്കത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. തൻ്റെ നേരിട്ടുള്ള ഉത്തരവിൽ ഇരു സേനകളും ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ട്രംപ് ഔദ്യോഗികമായി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കുകയാണ്. ഇയാൾ ആഗോളതലത്തിൽ IS-ന്റെ പ്രവർത്തനങ്ങളെ ദീർഘകാലമായി ഏകോപിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇയാൾ ആഫ്രിക്കയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഓരോ നീക്കവും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തി. ഇയാൾ വിചാരിച്ചിരുന്ന ആഫ്രിക്കയിൽ ഒളിച്ചിരിക്കാമെന്നാണ്. പക്ഷേ എല്ലാ വിവരങ്ങളും ചോർത്തി തരാൻ വിശ്വസ്തരായ ഉറവിടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് അവൻ അറിഞ്ഞില്ല എന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. 2023 മുതൽ അമേരിക്ക ഇയാൾക്ക് മേൽ കടുത്ത ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്ന ഒരാളാണ്. ആഫ്രിക്കൻ ജനതയെ വലിയ തോതിൽ ഇയാളുടെ ഒരു സാന്നിധ്യമൊക്കെ ഭീഷണിയിലാഴ്ത്തിയിരുന്നു. അജയ്, IS-ന്റെ വേര് പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ ഇയാളുടെ വധത്തോടുകൂടി IS പൂർണ്ണമായും തകർന്നുവെന്നാണ് ഇപ്പോൾ അമേരിക്ക എങ്കിലും വിശ്വസിക്കുന്നത്. കടുത്ത പ്രഹരമാണ്, സംശയമില്ല. എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അമേരിക്കയുടെ ഒരു വിജയമായി കാണാമോ ഇതിനെ? നമുക്കിപ്പോൾ അതിനെ പൂർണ്ണമായി അത്തരത്തിൽ വിലയിരുത്താനായിട്ടില്ല. കാരണം മുൻപ് ഇപ്പോൾ ഈ പല ആക്രമണങ്ങളും അമേരിക്ക ഇതുപോലെ സമാനമായിട്ട് പല ഭീകരർക്കും എതിരെ നടത്തിയിരുന്നു. ഒസാമ ബിൻ ലാദൻ്റെ മരണം ഇതിനു മുൻപേ വലിയ തോതിൽ അമേരിക്ക കൊട്ടിഘോഷിച്ച ഒരു വധമായിരുന്നു. പക്ഷേ ബിൻ ലാദൻ്റെ വധത്തിന് ശേഷം ഈ ലോകത്തുള്ള അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും എന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. പക്ഷേ അൽ ഖ്വയ്ദയ്ക്ക് അത്തരമൊരു നേതാവിൻ്റെ നാശം ഉണ്ടായതിനു ശേഷം അവർ തന്നെ പല ചെറു ഗ്രൂപ്പുകളായിട്ട് പല രാജ്യങ്ങളിലേക്കും പൊട്ടിപ്പിരിഞ്ഞ് പോവുകയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് IS ഉൾപ്പെടെ കൂടുതൽ ശക്തമാകുന്ന ഒരു നടപടിയിലേക്ക് പോയത്. അതുപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ താലിബാൻ ഭരണകൂടം അതിനുശേഷമാണ് പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തുകയുൾപ്പെടെ ചെയ്തത്. അപ്പോൾ അത്തരമൊരു നേതാവ്, അതായത് അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു പോയിരുന്ന ബിൻ ലാദനെ പോലെ ഒരു നേതാവിൻ്റെ വധത്തോടെ അവർ ചെറു ഗ്രൂപ്പുകളായി അവരുടെ പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് ട്രാക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരു മൈക്രോ ഓർഗാനിക് സെറ്റപ്പിലേക്ക് മാറി. അപ്പോൾ ഇത്തരം ഒരു പ്രധാനപ്പെട്ട നേതാക്കളുടെ വധത്തോടെ ഇത്തരം ചില ഒരു അനിഷ്ട സംഭവങ്ങൾ കൂടി നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ഒരു നേതാവിൻ്റെ വധത്തോടെ എന്തായാലും ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണത്. അതെ, അജയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവിയായ ഇസ്ര അൽ ദിൻ അൽ ഹദ്ദാദിനെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. IDF-ന്റെ വലിയൊരു ഓപ്പറേഷനിലാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗാസ സിറ്റിയിൽ ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി IDF അവകാശപ്പെടുന്നുണ്ട്. ഒക്ടോബർ 7-ന് നമുക്കറിയാം ഇസ്രായേൽ നേരെ നടന്ന വലിയൊരു ആക്രമണം, അതിൽ ആയിരക്കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെടുന്നു. തുടർന്ന് ഹമാസുമായുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇതിൽ പങ്കുവഹിച്ച ഒരാളാണ് ഇയാളെന്നും IDF വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലുകാരെയൊക്കെ ബന്ദികളാക്കിയ സ്ഥലം പൂർണ്ണമായും
ഇയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ ബന്ദികളെ ഉപയോഗിച്ച് മനുഷ്യ കവചം തീർത്താണ് ഇയാൾ പലപ്പോഴും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാൾക്കൊപ്പം മറ്റ് 2 ഹമാസിന്റെ നേതാക്കൾ കൂടി കൊല്ലപ്പെട്ടു വ്യത്യസ്ത ആക്രമണങ്ങളിൽ എന്ന് IDF അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അജയ്, സുധ, ബിജു? ഈ ഹമാസിന്റെ ഏറ്റവും പ്രധാനിയാണ് ഇസ്ലാ അൽ ദിൻ എന്ന് മനസ്സിലാക്കുന്നു. ഇയാളാണ് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്കും വലിയ ക്രൂരതകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ ഇസാ അൽദിൻ എന്ന് പറയുന്ന ഭീകരൻ 1980-കൾക്ക് ശേഷമാണ് ഈ ഹമാസിലേക്ക് വരുന്നതും അതുപോലെ ഇയാളുടെ ഒരു പ്രത്യേകത അവിടുത്തെ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ബന്ധം പുലർത്തി അധികാര ശ്രേണിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് സിൽവാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. ഇപ്പോൾ എന്തായാലും സെപ്റ്റംബറിൽ 7 നടന്നിട്ടുള്ള ഈ ഇസ്രായേൽ നടന്നിട്ടുള്ള ആ ഒരു വ്യാപക ആക്രമണത്തിന് പിന്നിൽ ഇയാളും ഭാഗമായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ IDF-ന് ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും മേഖലയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസയിൽ നേരത്തെ വെടിനിർത്തൽ കാരണം നിർത്തിവെച്ചിരുന്ന ആ ആക്രമണങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇസ്രായേൽ വീണ്ടും ആരംഭിച്ചിരുന്നു. പല മേഖലകളിലും ഇത്തരത്തിൽ ഈ ഹമാസിൻ്റെ ഭാഗത്തുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ അവർ ഊർജിതമാക്കിയിരുന്നു. ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഗാസ സിറ്റിയിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇയാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ IDF പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഇയാൾ മാത്രമല്ല 11 പലസ്തീനികൾ ഉൾപ്പെടെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 60ഓളം നിരപരാധികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഇത് കാരണം ശരി അജയ്, സുധാ, ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇയാളെ കുറിച്ച് പരിശോധിച്ചാൽ ആരാണ് ഇസ്രുദ്ദീൻ അൽ ഹദ്ദാദ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇയാൾ ഗാസയിലെ അവസാനത്തെ മുതിർന്ന സൈനിക കമാൻഡറാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ യഹിയ സിൻവാറും സഹോദരൻ മുഹമ്മദ് സിൻവാറും നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾ മേധാവിയായി ചുമതലയേറ്റത്. അൽ ഖസാമിൻ്റെ ഭൂതം എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. അത്രത്തോളം വലിയ ക്രൂരനായിരുന്നു. ഇസ്രായേലിൻ്റെ പല വധശ്രമങ്ങളിൽ നിന്നും ഇയാൾ മുൻപ് രക്ഷപ്പെട്ടിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇസ്രായേൽ $7,50,000 പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ 2 മക്കളും മുൻപ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ട്. മുഹമ്മദ് സിൻവാറിന് പകരമായി നേരത്തെ പറഞ്ഞതുപോലെ തലപ്പത്തെത്തിയ ശേഷം മുതൽ നിരവധി ക്രൂര പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ പ്രധാനം ഈ മനുഷ്യ കവചമായി ബന്ദികളെയൊക്കെ ഉപയോഗിക്കുകയും അതിന് വിസമ്മതിക്കുന്നവരെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു ഇയാൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപിൻ്റെ പല കരാറുകളും യുദ്ധത്തിന് ശേഷമുള്ള പല കരാറുകളും ഇരുപക്ഷവും അംഗീകരിച്ചാൽ പോലും അത് സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിന് കാരണക്കാരൻ കൂടിയാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇസ്രായേൽ പറയുന്നത് ആയിരക്കണക്കിന് ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്താനും തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിക്കാനും ഇയാൾ പലപ്പോഴും കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ഒരു എതിരാളിയാണ് അവർ കൊലപ്പെടുത്തിയത് എന്ന അവകാശവാദം കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ഇടവേള. Renergy presents തുടക്കം the swearing in ceremony നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Renergy Systems India Private Limited, the most trusted solar energy brand. Co-presented by Berger. Berger Paints, paint your imagination. Co-powered by UGS Gold Loan. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS Gold Loan. Special partners IIC Lakshya. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. And IBIS. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. In association with അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ VD സതീശന്റെയും ഇഷ്ടകഥാപാത്രമായി കർണൻ മാറി. പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല, അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല.
ഗോഡ്ഫാദർ ഇല്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയനൊപ്പം സതീശനുമെത്തി 3-ാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ കെ കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പ്. ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കഴിഞ്ഞ വർഷം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയുടെ 1-ാം വാർഷികത്തോട് അനുബന്ധിച്ച് സംസാരിക്കവെയാണ് ദ്വിവേദിയുടെ വാക്കുകൾ. പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകുന്നതും ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ നടത്തുന്നതും തുടർന്നാൽ അവർ ഭൂമിയുടെ ഭാഗമായി തുടരണമോ അതോ ചരിത്രത്തിന്റെ ഭാഗമാകണോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടി വരുമെന്ന് കരസേനാ മേധാവി തുറന്നടിച്ചു. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ ഇന്ത്യ മുമ്പത്തേക്കാൾ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് നടൻ കമൽ ഹാസൻ. മുഖ്യമന്ത്രി വിജയ് തന്നോട് കാണിച്ച വിനയത്തിനും സ്നേഹത്തിനും തനിക്കേറെ അഭിമാനമുണ്ടെന്നും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കമൽ ഹാസൻ കുറിച്ചു. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയും എൻ്റെ സഹോദരനുമായ വിജയിയെ നേരിൽ കണ്ട് ആശംസകൾ അറിയിച്ചു. തമിഴ്നാടിൻ്റെ പുരോഗതിക്കായുള്ള നിരവധി സ്വപ്നങ്ങൾ അദ്ദേഹം എന്നോട് ആവേശത്തോടെ പങ്കുവച്ചു. കൂടിക്കാഴ്ചയിൽ ഉടനീളം അദ്ദേഹം പ്രകടിപ്പിച്ച വിനയവും സ്നേഹവും ഏറെ അഭിമാനം തോന്നിക്കുന്നതാണ് എന്നും കമൽ ഹാസൻ കുറിച്ചു. പലതരം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന തമിഴ് ചലച്ചിത്ര മേഖലയ്ക്ക് സർക്കാരിൻ്റെ പിന്തുണയും സഹായവും ആവശ്യപ്പെട്ടുകൊണ്ട് 6 പ്രധാന ആവശ്യങ്ങളടങ്ങിയ നിവേദനവും തമിഴ്നാട് സർക്കാർ നൽകിയതായി കമൽ ഹാസൻ കൂട്ടിച്ചേർത്തു. നേരത്തെ മദ്യവിൽപ്പന കേന്ദ്രങ്ങളടക്കം അടച്ചുപൂട്ടിയ വിജയുടെ നടപടിയെ കമൽ ഹാസൻ അഭിനന്ദിച്ചിരുന്നു. ജനസംഖ്യ വർദ്ധിപ്പിക്കാനായി ഒരു പുതിയ മാർഗവുമായി ആന്ധ്രാപ്രദേശ് സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. കുട്ടികൾ 3 ആയാൽ 30,000 രൂപ വീട്ടിൽ കിട്ടും, 4 ആയാൽ 40,000 രൂപ കിട്ടും. ജനസംഖ്യ കൂട്ടാൻ പ്രഖ്യാപനവുമായി ചന്ദ്രബാബു നായിഡു രംഗത്ത് വന്നിരിക്കുകയാണ്. 3ാമതും 4ാമതും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ സാമ്പത്തിക സഹായം ലഭിക്കുക. ഏതായാലും സംസ്ഥാനത്ത് ജനസംഖ്യാ കുറവ് പരിഹരിക്കുക ലക്ഷ്യമിട്ടാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ കുടുംബത്തിന് ഈ പണം നൽകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ ജനസംഖ്യാ നിയന്ത്രണ നടപടികളെ പിന്തുണച്ചിരുന്നെങ്കിലും ഇപ്പോൾ ജനനിരക്ക് വർദ്ധിപ്പിക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുക ഉണ്ടായി. ഏതായാലും തീരുമാനമനുസരിച്ച് ആന്ധ്രാപ്രദേശിലെ ജനസംഖ്യ വളർച്ച അത് ബാധിക്കുന്നതിനെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നെതർലൻഡ്സ് സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചോള രാജവംശത്തിലെ അക്കാലത്തെ ചരിത്രപ്രധാനമായ ചെമ്പ് തകിടുകൾ രാജ്യം കൈമാറി. ഏറെക്കാലമായി നീണ്ട നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായാണ് ചെമ്പ് തകിടുകൾ നെതർലൻഡ്സ് ഇന്ത്യക്ക് നൽകിയത്. യൂറോപ്പിലെ ലൈഡൻ പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്ന ചെമ്പ് തകിടുകൾ ചോള സാമ്രാജ്യത്തിൻ്റെ അവശേഷിക്കുന്ന രേഖകളിൽ പ്രധാനപ്പെട്ടവയാണ്. 2012 മുതൽ നമ്മളിത് തിരിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നെതർലൻഡ്സ് സന്ദർശനത്തിനിടെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓരോ ഇന്ത്യക്കാരനും സന്തോഷം നൽകുന്ന നിമിഷമെന്നും എന്ന കുറിപ്പോടെ ചോള കാലഘട്ടത്തിലെ ചെമ്പ് തകിടിനെ പറ്റി മോദി എക്സിൽ കുറിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും വലിയ പൈതൃകമുള്ള വസ്തുക്കളായി ഇത് കാണുന്നുണ്ട്. മതവും സംസ്കാരവും ഒക്കെ ഒത്തുചേരുന്ന ചില മതവിശ്വാസങ്ങൾക്ക് നിലനിന്നിരുന്ന സഹവർത്തിത്വത്തിനെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഈ ലിഖിതങ്ങളിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ നയതന്ത്ര ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ഉണ്ടായത്. ഏഷ്യ കപ്പ് അടിച്ചുമാറ്റിയ BCCI രേഖാമൂലം ആവശ്യപ്പെട്ടും കൈമാറാതിരുന്ന ഏഷ്യ കപ്പ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നത് PCB ചെയർമാൻ അഹമ്മദാബാദിൽ നടക്കുന്ന PCC യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ യുദ്ധസാഹചര്യത്തെ തുടർന്ന് ഖത്തറിലെ ദോഹയിൽ നടക്കേണ്ടിയിരുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ത്രൈമാസ യോഗമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മാറ്റിയത്. നേരത്തെ മാർച്ച് ഏപ്രിൽ മാസങ്ങളായി നടക്കേണ്ട യോഗമായിരുന്നു ഇത്. ഇവിടെ PCB ഈ അധ്യക്ഷൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അധ്യക്ഷനടക്കം പങ്കെടുക്കില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ IPL ഫൈനലിൽ ഇയാൾ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. ഇയാളെ അതിന് ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പാകിസ്ഥാനും ഇക്കാര്യത്തിൽ കൃത്യമായ സൂചനകൾ നൽകിയിട്ടില്ല. അപ്പോൾ 9 മണി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.